ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഡോമിനാർ 400 ഈ ഒരു ഹസാർഡ് ഫ്ലാഷർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഓട്ടോഫൈ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഹസാർഡ് ഫ്ലാഷർ മൊഡ്യൂളാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ ഞാൻ വാങ്ങിയത് കോഴിക്കോട് CB മോട്ടോ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ എനിക്കിതിന് ഏകദേശം ഒരു 1500 രൂപയാണ് ഈ ഒരു മൊഡ്യൂളിന് റേറ്റ് വന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ഫ്ലാഷിൻ്റെ കേസിൽ ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അപ്പോൾ നമ്മൾ വേറെ വയറോ കാര്യങ്ങളോ ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, റിസ്ക് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ ഫ്ലാഷർ എടുത്തത്. ഇപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ഫ്ലാഷിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇതിന് 1 ഇയർ വാറൻറ്റി ഉണ്ട്, അതേപോലെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ 21 ഡിഫറെൻറ്റ് പാറ്റേൺസും ഉണ്ട്. പിന്നെ ഇതിൻ്റെ പാക്കിങ്ങിൽ ഈ ഒരു മൊഡ്യൂളും ഈ ഒരു സ്വിച്ചും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു സ്വിച്ചിൻ്റെ കേസിൽ ഈ ഒരു റെഡ് സ്വിച്ച് നമ്മൾ പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. ഇനി നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ ഫ്ലാഷർ എങ്ങനെ നമ്മുടെ ഡോമിനാറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹെഡ് കംപ്ലീറ്റ് അഴിച്ചെടുക്കണം. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഹെഡ് കംപ്ലീറ്റ് അഴിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും ഇൻസ്റ്റാളേഷനും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഹെഡ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു വൈസറിൻ്റെ ഈ ഒരു 4 ബോൾട്ട് റിമൂവ് ചെയ്തെടുക്കാം. സോ ഹെഡ് റിമൂവ് ചെയ്യുന്ന കേസിൽ നമുക്ക് ഈ 2 ടൂൾ മാത്രം മതി. ഒന്ന് ഈ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറും പിന്നെ അടിയിലെ 2 ബോൾട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലൻ കീയും. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഹെഡിൻ്റെ കംപ്ലീറ്റ് ബോൾട്ട് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഹെഡ് അഴിച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഹെഡ് കംപ്ലീറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ കണക്ഷനാണ്. അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ കണക്ട് ചെയ്യണം നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ കപ്ലറുമായിട്ടാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു റെഡ് സോക്കറ്റില്ലേ, ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു സോക്കറ്റ് റിമൂവ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്കാണ് നമ്മുടെ ഓട്ടോഫൈയുടെ ഇൻഡിക്കേറ്റർ ഫ്ലാഷിൻ്റെ മൊഡ്യൂൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 സോക്കറ്റിലേക്കാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ഹസാർഡ് ലൈറ്റ് ഫ്ലാഷർ മൊഡ്യൂൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെയിൽ സോക്കറ്റിലേക്ക് നമ്മളിത് ഫീമെയിൽ സോക്കറ്റും അതേപോലെ തന്നെ ഫീമെയിലിലേക്ക് മെയിലും കണക്ട് ചെയ്ത് കൊടുക്കുക. ഗൈസ്, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ മെയിൻ കണക്ഷൻ കഴിഞ്ഞു. ഇനിയുള്ളത് ഈ ഒരു സോക്കറ്റാണ്. ഇത് നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്യാനുള്ള സോക്കറ്റാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്വിച്ച് ഇവിടെ ഹാൻഡിൽ ഫിക്സ് ചെയ്തിട്ട് ഈ ഒരു ഹെഡിൻ്റെ അകത്തേക്ക് വയർ എടുത്തിട്ട് ഈ ഒരു സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സ്വിച്ചിൻ്റെ വയർ ഈ ഒരു ഹെഡിൻ്റെ അകത്തേക്ക് എടുക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഈ ഒരു സ്വിച്ചിൻ്റെ സോക്കറ്റ്. അപ്പോൾ ഈ ഒരു സോക്കറ്റ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഈ ഒരു ബ്ലാക്ക് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂൾ ഇവിടെ ഫിക്സ് ചെയ്യാം. ഗൈസ്, അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഓട്ടോഫൈയുടെ ഹസാർഡ് ലൈറ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ചെക്ക് ചെയ്ത് നോക്കാം. സോ പാറ്റേൺസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഒരു സ്വിച്ചിൽ തന്നെ ഒരു ചെറിയ സ്വിച്ച് ഉണ്ട്. ഗൈസ്, അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 21 പാറ്റേൺസ് ഇതിലുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹസാർഡ് ലൈറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. സോ ഹസാർഡ് ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പായി, ലെഫ്റ്റ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഹസാർഡ് ഓണായി. ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഹസാർഡ് ലൈറ്റ് ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോ. സോ ഡോമിനാർ 250 400 റിലേറ്റഡ് വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.